കേരളത്തിൽ കാലവർഷം എത്തുന്നതിന് മുൻപേ മഴ ശക്തമാവുകയാണ്. മഴ കനക്കുന്നത് കണക്കിലെടുത്ത വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്ത മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കിയത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴ, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്ന് രാത്രി 11:30 വരെ 0.3 മുതൽ 0.7 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മഴ ഏറ്റവും ശക്തമായി വടക്കൻ കേരളത്തിലാണ് വലിയ നാശനഷ്ടങ്ങളും അപകടങ്ങളും ഉണ്ടായത്. കൊയിലാണ്ടി തുറമുഖത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. നടക്കാവ് 4 കുടിപ്പറമ്പ് ഹംസക്കോയാണ് മരിച്ചത്. മതിലുകൾ ഇടിഞ്ഞു വീണും വെള്ളം കയറിയും സംസ്ഥാനത്ത് പലയിടങ്ങളിലും നാശനഷ്ടങ്ങളുണ്ടായി. ഇടിമിന്നലിനെ തുടർന്ന് നിരവധി വീടുകളിലെ വയറിംഗ് കത്തി നശിച്ചു. മഴ കനത്തതോടെ പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂരിൽ മതിലിടിഞ്ഞു വീണ വീടുകൾ ഭാഗികമായി തകർന്നു. മട്ടന്നൂരിൽ വീടിന് ഇടിമിന്നലേറ്റു. ബാവോട്ട് പാറയിലെ കൃഷ്ണമുരളിയുടെ വീടിനാണ് ഇടിമിന്നലിന് നാശനഷ്ടങ്ങളുണ്ടായത്. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും മഴക്കെടുതി തുടരുകയാണ്. മഴ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. വയനാട്ടിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ജില്ലയിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പടിഞ്ഞാറേത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിക്കല്ലൂർ പ്രീ മെട്രിക് ബോയ്സ് ഹോസ്റ്റൽ, കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മീപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സൈറണുകൾ ഇന്ന് വൈകിട്ട് 5-ന് മുഴങ്ങിയിരുന്നു. ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അറിയിച്ചത്. കണ്ണൂർ പഴശ്ശി അഴക്കെട്ടിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ 10 മണിക്ക് തുറക്കും. പഴശ്ശി ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഈ വിവരം അറിയിച്ചത്. ഇക്കാര്യത്തിൽ ഇനിയൊരു മുന്നറിയിപ്പുണ്ടാകില്ലെന്നും വളപട്ടണം പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. മെയ് അവസാനത്തോടെ കാലവർഷം ആരംഭിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിനെ തുടർന്നും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതിനാലുമാണ് ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡ് ഇടിഞ്ഞു. കനത്ത മഴയെ തുടർന്ന് റോഡിടിഞ്ഞ് താഴുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടു. മലപ്പുറത്ത് ദേശീയപാതയിൽ തലപ്പാറയിലും റോഡ് വിണ്ടുകീറിയതായും കണ്ടെത്തി. നാദാപുരം വളയത്ത് ശക്തമായ മഴയെ തുടർന്ന് വളയം അച്ചം വീട്ടിൽ മിനി സ്റ്റേഡിയത്തിന്റെ മതിൽ തകർന്നു വീണു. അച്ചം വീട്ടിലെ പ്രണവം മിനി സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിലാണ് ശക്തമായ മഴയിൽ തൊട്ടടുത്ത വീട്ടുപറമ്പിലേക്ക് പതിച്ചത്. ഈ സമയം ആളുകളൊന്നും സ്ഥലത്തില്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ശക്തമായ മഴയെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടയം, തീക്കോയി, മാർമല, അരുവി വെള്ളച്ചാട്ടത്തിന്റെ പ്രവേശനത്തിന് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.